എടവന ശ്രീധരൻ, നന്മണ്ട ചീക്കിലോട്ട് റോഡ്, കാപ്പാട് തുഷാരഗിരി റോഡ്. നമശിവായ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊരു കുളത്തിൻ്റെ കരയിലുള്ള എടമന ഇല്ലപ്പറമ്പിൽ 1945 ഏപ്രിൽ മാസം 14 പൂജാതനായി. ഒരു ജോലി പഠിക്കാൻ പോയി ആദ്യമായിട്ട്. അതിന് ശേഷവും അവിടെ ജോലി പഠിക്കാൻ പോയ സ്ഥലത്ത് ഒരു കാവടീൻ്റെ കൂടെ സഞ്ചരിച്ച് 5 പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു പോസ്റ്റ് എനിക്ക് കിട്ടി. മൂട്ടാന്നായിൻ്റെ പേര്. അവർ പഴനിക്ക് പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞോട്ട സമയത്ത് എന്നെയും പഴനിക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അരിഭക്ഷണം വേണ്ട, മത്സ്യമാംസങ്ങൾ വേണ്ട, വ്രതനിഷ്ഠയോടുകൂടി ഒരു ജീവിതം നടത്തി 13ാമത്തെ വയസ്സിൽ ഞാനും കെട്ടിയൊരു കാവടി, പാൽക്കാവടി എന്ന് പറയായിരുന്നു. എൻ്റെ കൂട്ടത്തിലും 4 ആൾ 5 ആൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പഴനിക്കൊക്കെ പോകേണ്ട പരിപാടികളൊക്കെ നോക്കി. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ ഐതിഹാസികമായ സമരത്തിന് പോയി കളപ്പഞ്ചിൻ്റെ കൂടെ. അടൽ ബിഹാരി വാജ്പേയി നെഞ്ഞത്ത് കയ്യിലൊട്ടിട്ട് ഇന്ത്യയിലെന്തോ സംസാരിച്ച് എറണാകുളത്ത്. INS വിക്രാന്ത്കാരി യേശുദാസിൻ്റെ കൂടെ പാടി. ഡൽഹി മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുരാനേൻ്റെ കാല് പിടിച്ചു വരുത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കബഡി കളിക്കുമ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി ആദരിച്ച് കോഴിക്കോട് വെച്ചിട്ട് 5 വർഷം മുമ്പ് 1972 ജൂൺ മാസം 28 ബുധനാഴ്ച നന്മണ്ട നഞ്ചുണ്ടേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതനായി. 1972 വിവാഹം കഴിച്ചതിന് ശേഷം 74 കുട്ടി, 78 കുട്ടി, 80 കുട്ടി, 84 കുട്ടി, 4 പെൺകുട്ടികൾ. എൻ്റെ പേര് ശ്രീധരൻ, ഭാര്യൻ്റെ പേര് ശ്യാമള. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കും പറ്റിയൊരു അബദ്ധം. ശ്രീധരൻ്റെ ശ്രീയും ശ്യാമളേൻ്റെ ഷായും കൂടി കൂട്ടിയിട്ടാണ് മൂത്ത മോക്ക് പേരിട്ട് ശ്രീഷാ ഭായി എന്നുണ്ട്. 2ാമത്തെ മോളെ പേര് സ്നേഹലത. അതെന്താ കാര്യമോ? 1975 ജൂൺ മാസം 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്നേഹലത റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിനെ ജയിലിൽ വെച്ച് കൊന്ന് അവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 2ാമത്തെ മോൾക്ക് സ്നേഹലത എന്ന് പേരിട്ട്. 3ാമത്തെ മോൾക്ക് സപ്നാഭായ് എന്ന് പേരിട്ട്, സൂര്യൻ്റെ പര്യായമാണ്. 4ാമത്തെ മോൾക്ക് ശോഭിത എന്ന് പേരിട്ട്, ശോഭിക്കുന്നവൾ, ലളിതാ സഹസ്രനാമത്തിലുള്ള പേരാണ്. 1ാമത്തെ മോളെ 1ാമത്തെ കുട്ടിക്ക് വിഷ്ണുദേവ് എന്ന് പേരിട്ട്, വ്യാപനശീലൻ എന്നായിൻ്റെ അർത്ഥം. 2ാമത്തെ മോളെ 1ാമത്തെ കുട്ടിക്ക് ശരത് ദേവ് എന്ന് പേരിട്ട്. 2ാമത്തെ മോളെ 2ാമത്തെ കുട്ടിക്ക് അമൃത് ദേവ് എന്ന് പേരിട്ട്. 3ാമത്തെ മോളെ 1ാമത്തെ കുട്ടിക്ക് സ്വാതിഭായ് എന്ന് പേരിട്ട്. 3ാമത്തെ മോളെ 2ാമത്തെ കുട്ടിക്ക് സുദീപ് ദേവ് എന്ന് പേരിട്ട്. 4ാമത്തെ മോളെ 1ാമത്തെ കുട്ടിക്ക് അർഷിത് ശങ്കർ എന്ന് പേരിട്ട്. 4ാമത്തെ മോളെ 2ാമത്തെ കുട്ടിക്ക് ശ്രുതകീർത്തി എന്ന് പേരിട്ട്. ഞാൻ ഈ കോവിഡ് സമയത്ത് എല്ലാ സ്ഥലത്തും ഇറങ്ങി നടക്കാനും വീടുകളിലൊക്കെ പോവും. ഞാൻ പ്രത്യേകമായിട്ടൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 3 പേടിച്ച് ഞാൻ ഒരു വീട്ടിന് ഓൺലൈനിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് പിറ്റേന്ന് അസുഖം വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പം അദ്ദേഹത്തിന് പോസിറ്റീവാണ്. അപ്പോൾ പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീരട്ടാവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഡോക്ടറെയൊക്കെ കാണിച്ച് പനി ഉണ്ടായിരുന്നു, നല്ല, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വന്ന് നോക്കുന്ന സമയത്ത് നെഗറ്റീവാണ്. പോസിറ്റീവ് ഒന്നുമില്ല, നെഗറ്റീവായി. പിന്നെ ഒന്ന് ഞാൻ പേടിച്ചത് എന്താണെന്ന് വെച്ചാൽ, പേരാമ്പ്രയിലുള്ള ഒരാൾ ഒരു പുസ്തകം എഴുതിയിരുന്നു അമേരിക്കയിൽ വെച്ചിട്ട്, സിന്ധു മോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണുങ്ങൾ. ആ സർക്കാരിനും ആ പുസ്തക കമ്പനിക്കും റോയൽറ്റി കിട്ടി. ഇവർക്കൊരു പൈസയും കിട്ടിയില്ലായിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കോഴിക്കോട്ട് വന്ന സമയത്ത് ഈ സിന്ധുമോളും ഞാനും അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടി പോയിട്ട് നിവേദനം കൊടുത്ത് മന്ത്രിക്ക്. ആ നിവേദനം കൊടുത്ത സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തിരുന്നു. രാത്രി TV കാണുന്ന സമയത്ത് V മുരളീധരന് കോവിഡ് എന്ന് അതിൽ കണ്ട് അന്നേരം ഒരു പേടിച്ച് ഞാൻ. പിന്നെ 1947 ഏപ്രിൽ മാസം 14 ജനിച്ച് 78 ഇപ്പോൾ ഏജ്. ഞാൻ 2ാമത്തെ വാക്സിൻ എടുക്കാൻ ബാലുശ്ശേരി പോയ സമയത്ത് ഡോക്ടറും സിസ്റ്ററും കൂടി ചോദിച്ചു, നിങ്ങൾക്ക് അലർജി ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു AC/DC ആണ്, കറണ്ടിലും ബാറ്ററിയിലും ഓടുമെന്നാണ്. പിന്നെ പറഞ്ഞു കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, നല്ല മൈലേജാണെന്ന് പറഞ്ഞു. നിങ്ങൾ വല്ലാത്ത ആൾ തന്നെയെന്ന് പറഞ്ഞു എന്നെ ഡോക്ടറെ ഏജത്തേക്ക് വിളിച്ച് നിങ്ങളുടെ ജീവിത രഹസ്യം എന്താണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, 1 നടത്താൻ, 2 ചെറുപയറും കായയും കറി വെച്ച്, 3 തമാശ പറഞ്ഞിരിക്കുക. 3 തവണ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. 2 പ്രാവശ്യം ബ്ലോക്കിലും 1 പ്രാവശ്യം വാർഡിലും. വിദേശ രാജ്യത്ത് പോയി ഞാൻ. പിന്നെ അവിടെ എത്തിയ സമയത്ത് നമ്മളുടെ കഫീൽ, അതിൻ്റെ ഓണർ പറഞ്ഞത് 350 റിയാൽ കൊടുക്കണമെന്നാണ്.
ഞാൻ എന്ത് ചെയ്തു, ഒരു കട ഓപ്പൺ ചെയ്ത് 300 റിയാൽ കടവാടക, 350 അയാൾക്ക് കൊടുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണോ, ഭാര്യയ്ക്കും കുട്ടിയേക്കും ചെലവിന് കൊടുത്ത് അയക്കണോ. 8.5 വർഷം സൗദി അറേബ്യയിൽ. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി ആദരിച്ച് കോഴിക്കോട്ട് വെച്ചിട്ട് 5 വർഷം മുമ്പ്. AC DC ആണ്, കറണ്ടിലും ബാറ്ററിയിലും ഓടുമെന്ന് പറഞ്ഞ സമയത്ത് കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, നല്ല മൈലേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ എഴുത്തേക്ക് വിളിച്ചത്. ഇന്നിപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ കൂടി രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൊബൈൽ യുഗത്തിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 29,000 2 അടിയാണ്. 29,000 അടി കയറിയാലും അത് കീഴടക്കലല്ല, ഒരടി കൂടി മുകളിലോട്ട് പോകണം. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഈ മൊബൈൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. ഇതില്ലെങ്കിൽ ജീവിതം അസഹ്യമാണ്. ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഹരാക്കൂ. ഹൈ ഹൈ.